നല്ലപോലെ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അത് ടെലഗ്രാം നോക്കൂല. ആ കുട്ടി പഠിത്തത്തിലെ കോൺസെൻട്രേറ്റ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ടെലഗ്രാമിൽ വന്നാൽ ചിലപ്പോൾ കുട്ടി അറിയുന്നില്ല. പോലത്തെ ഏജൻസി ഇവരെന്ത് ചെയ്യുന്നത്, ഇവർ എക്സാം ഇവർക്ക് തന്നെ ഒരു അറിയില്ല, ഇവർ എക്സാം നടത്തുന്നത് എന്തിനാ ഇവർ എക്സാം നടത്തുന്നത് കൺസിഡർ ചെയ്യാം. പക്ഷെ നാലോ അതിൽ കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കൂടെ ഉണ്ടാവും 5-6 വട്ടം റിപ്പീറ്റ് ചെയ്തവരൊക്കെ. ഓൾറെഡി നമ്മൾ അത്രയും സ്ട്രെസ്ഡ് ആയി നിൽക്കുന്ന സമയത്താണ് ഓരോരോ പ്രശ്നങ്ങൾ കൂടെ വരുന്നത്. ഈ പേപ്പർ വെച്ച് കയറി പോണ കുട്ടി പറഞ്ഞ ഡോക്ടർ ആകാനാണ് പോണേ, അല്ലാതെ വേറൊരു കോഴ്സ് അല്ല, സാധാരണ ഒരു കോഴ്സ് അല്ലല്ലോ എടുക്കുന്നത്. ഡോക്ടർ അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ നീറ്റ് 2026 എഴുതിയ 2 പേര് കൂടെ ഉണ്ട്. ഒന്ന് നാഷിദും മറ്റേത് ഫിദയാണ്. ഫസ്റ്റ് നമുക്ക് നാഷിദിനോട് വയ്ക്കാം. ഈ 2026 നീറ്റ് എഴുതിയപ്പോൾ നിനക്ക് എന്താ തോന്നിയത്? ഞാൻ നല്ലപോലെ ഡിപ്രസ്ഡ് ആയിരുന്നു. ഫസ്റ്റ് നീറ്റ് ആയിരുന്നു നടന്നപ്പോൾ എനിക്കൊരു നല്ലൊരു സ്കോറില്ല പോലെ തോന്നി. എക്സാം എഴുതി നല്ലൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് പോലെ റീനീറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ നമ്മൾ അതിലോട്ട് ഇറങ്ങി നമ്മൾ ചെയ്യേണ്ട അവസ്ഥയാണല്ലോ. എക്സാമിന് പ്രിപ്പയർ ചെയ്യാന്നുള്ളൊരു ഇതിലെത്തിയപ്പോൾ നമ്മളങ്ങനെ പഠിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഓരോരോ വാർത്ത പിന്നെയും കേൾക്കുന്നത്. ഈ റീനീറ്റിന്റെ നമുക്ക് തന്നെ ഒരു മനസ്സിലൊരു സമാധാനമല്ല, ഇനി റീനീറ്റിന്റെ പേപ്പർ ലീക്കായ എത്രമാത്രം നമ്മൾ പിന്നെയും ഇതിന് ഹാർഡ് വർക്ക് ചെയ്യണം, അങ്ങനത്തെ ഒരു വിഷയമൊക്കെ ഉണ്ടല്ലോ. നമ്മൾ പഠിക്കുന്ന ടൈമിൽ ഓരോരോ വാർത്തകൾ കേൾക്കണേ, ഓരോ സ്ഥലത്ത് ഓരോരുത്തർ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നു. പിന്നെ നമ്മളെ കേരളത്തിൽ തന്നെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ടെൻഷനാണ്. നമുക്ക് അറിയില്ല ശരിക്കും 2024 നീറ്റ് അത് ശരിക്കും ലീക്ക് ആയിട്ടുണ്ട്. പല സ്ഥലത്തും പല റൂമർ വന്നിട്ടുണ്ട്, അവിടെ പേപ്പർ ലീക്ക് ആയിട്ടുണ്ട്, ഇവിടെ പേപ്പർ ലീക്ക്. പക്ഷെ അതൊക്കെ കോടതിയിൽ അത് തള്ളിപ്പോയി. 2020 ചിലവർ 2025 ആ ടഫ് എക്സാം ആണെങ്കിൽ അത് ലീക്ക് ആയിട്ടുണ്ടെന്നാ പറയുന്നത്. ഈ കുറെ നോർത്തിലെ കുറെ കുട്ടികൾക്ക് പേപ്പർ കിട്ടുന്നുണ്ട്. ഈ 2024 ഒരു മാസം മുമ്പ് കുട്ടികൾക്ക് പേപ്പർ കിട്ടിയെന്ന് ടെലഗ്രാമിൽ വന്നു, അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇവർ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ പഠിക്കുന്ന കുട്ടി ടെലഗ്രാം കൂടി നോക്കൂല. നമ്മൾ സോഷ്യൽ മീഡിയ ഒന്നും യൂസ് ചെയ്യാത്തതാണ്. നല്ലപോലെ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അത് ടെലഗ്രാം നോക്കൂല. ആ കുട്ടി പഠിത്തത്തിലെ കോൺസെൻട്രേറ്റ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ടെലഗ്രാമിൽ വന്നാൽ ചിലപ്പോൾ കുട്ടി അറിയുന്നില്ല. ഈ പഠിക്കാത്തൊരു കുട്ടി പഠിക്കാത്ത മീൻസ് ഒരു എല്ലാവരും പഠിക്കാത്ത ഉദ്ദേശം അങ്ങനെയല്ല, ഇത്ര എഫേർട്ട് ഇടാത്തൊരു +2 കഴിഞ്ഞ കുട്ടി എന്ന് വെച്ചാൽ അത് ഒട്ടുമിക്ക അങ്ങനത്തെ കുട്ടികളൊക്കെ ഹാർഡ് വർക്ക് ചെയ്യാതെ ജസ്റ്റ് ഒരു ട്രൈ എന്നില്ല ഇതിൽ മാത്രമേ ചെയ്യണം. അങ്ങനത്തെ കുട്ടി നമ്മൾ അത് വെറുതെ ടെലഗ്രാമിൽ കയറി നോക്കും. അപ്പൊ ഒരു പേപ്പർ പറഞ്ഞു, ആ കുട്ടി അത് ആൻസർ പേപ്പർ ഇങ്ങനെ നോക്കുക, ക്വസ്റ്റ്യൻ നോക്കുക, ആൻസർ നോക്കുക, അതേപോലത്തെ പേപ്പർ എക്സാമിൽ വന്നു. ആ കുട്ടിക്ക് സുഖമായിട്ട് ക്ലിയർ ചെയ്ത് പോവാ. ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത കുട്ടിക്കാണെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് കിട്ടാതെ അങ്ങനെ ജസ്റ്റ് ഈ പേപ്പർ വെച്ച് കയറി പോണ കുട്ടി പറഞ്ഞ ഡോക്ടർ ആകാനാണ് പോണേ, അല്ലാതെ വേറൊരു കോഴ്സ് അല്ല, സാധാരണ ഒരു കോഴ്സ് അല്ലല്ലോ എടുക്കുന്നത്. ഡോക്ടറാണ്. ഡോക്ടർ എന്ന് പറഞ്ഞാൽ അത് ഭാവിയിൽ ആ കുട്ടി കാരണം പല ആൾക്കാർക്കും ഇപ്പൊ നമ്മൾ മെഡിക്കൽ കോളേജ് തന്നെ ഒരുപാട് ഇഷ്യൂസ് കേൾക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പഠിക്കാതെ കയറുന്ന ഒരു കുട്ടി സംബന്ധിച്ച് ആ കുട്ടി ഡോക്ടർ ആയി കഴിഞ്ഞാൽ എന്തൊക്കെയാ പ്രശ്നങ്ങൾ ഉണ്ടാകുക, അത് നമ്മൾ ആലോചിക്കണ്ടേ. ഹായ് ഗായ്സ്, ഒരു മിനിറ്റ്. ഞങ്ങളുടെ ഈ ചാനലിൽ BDS, വെറ്റിനറി, അഗ്രികൾച്ചർ, നഴ്സിംഗ് കോഴ്സുകളിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ റിവ്യൂസ് അടങ്ങുന്ന പോഡ്കാസ്റ്റും വീഡിയോസും ഇനിയും ധാരാളം വരാനിരിക്കുന്നു. മറ്റുള്ള വീഡിയോകൾക്കിടയിൽ ഞങ്ങളുടെ വീഡിയോസ് മിസ്സാവാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. എക്സാമിന് പോലെ അത്യാവശ്യം എക്സാമിന് തന്നെ നമുക്ക് ടൈം കുറവാണ് തന്നത്. പഠിച്ച് പ്രിപ്പയർ ചെയ്യാൻ പോലും ടൈം അധികം തന്നിട്ടില്ല. ഏകദേശം ഒരു 2 മാസമൊക്കെ തരണമായിരുന്നു, അതും തന്നില്ല. നമ്മളൊന്നും പഠിച്ചതൊക്കെ മറന്നിട്ടുണ്ടാവും. അതെ, നമ്മളിപ്പം ഒന്ന് തിരിച്ച് ട്രാക്കിലോട്ട് കയറാൻ തന്നെ അത്യാവശ്യം സമയം എടുക്കും. അപ്പൊ ഒരു മാസം കൊണ്ടൊന്നും ഇവിടെ എത്തില്ല. എൻ്റെ നീറ്റിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഫസ്റ്റ് എഴുതിയപ്പം അത്യാവശ്യം നല്ല സ്കോർ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്തായാലും ഇത്രയും വർക്ക് ചെയ്തില്ല, അതിൻ്റെ റിസൾട്ട് വന്നു എന്നുള്ളൊരു എക്സ്പെക്ടേഷനിൽ നിന്ന് ഒരു 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പോയി. പെട്ടെന്ന് നീറ്റ് ക്യാൻസൽ ചെയ്തു. ഫസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാ വർഷവും കേൾക്കുന്ന സാധനമാണ് നീറ്റിന്റെ പേപ്പർ ലീക്ക് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ മൈൻഡൊന്നും ചെയ്തില്ല. പിന്നെ പെട്ടെന്ന് ഒഫീഷ്യൽ ന്യൂസ് വരുന്നു, അപ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു. ഫസ്റ്റ് 2-3 ദിവസം അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഈ ബുക്കൊക്കെ ഒന്ന് അടുക്കി പെറുക്കി ഒരു സൈഡിൽ വെച്ചതിന് ശേഷം പെട്ടെന്ന് ഇത് തുറക്കാമെന്ന് പറയുമ്പം മറ്റുള്ളവർക്ക് ഇനി 1 മാസം പ്രിപ്പയർ ചെയ്താൽ പോരെന്നൊക്കെ തോന്നും. പക്ഷെ നമുക്ക് ഇത്രയും വർഷത്തിൻ്റെ കൂടെ 1 മാസം കൂടെ എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യാനൊക്കെ നല്ല പാടായിരുന്നു. എന്ത് തുടങ്ങും, എവിടെ തുടങ്ങും എന്നൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒന്ന് ട്രാക്കായി വരുന്ന ടൈം എന്ന് പറയുമ്പോൾ തന്നെ ഒരു 10 ദിവസത്തിന് മേലെ ട്രാക്കിലാവാൻ തന്നെ എടുത്തു. 10 ദിവസമല്ല, അതിന് മേലെ എടുത്തു. അപ്പോഴേക്കും പിന്നെ ടൈമില്ല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത്ര ഒട്ടും പ്രിപ്പയർഡ് അല്ലാതെ പോയി എഴുതിയ എക്സാം പോലെ ആയിരുന്നു തോന്നില്ല. ലാസ്റ്റിലോട്ടൊന്നും പഠിക്കാനും തോന്നുന്നില്ല, എനിക്ക് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ഓരോ സൈഡിൽ നിന്ന് കേൾക്കുന്നത് ഈ പേപ്പർ ലീക്കായി എന്നാ. അപ്പോൾ ഇനിയും ഇതേ പ്രശ്നത്തിലോട്ടാണ് പോകുന്നത്. ഇനി ഈ നീറ്റ് റദ്ദാക്കുമോ എന്നുള്ള പേടിയാവാൻ തുടങ്ങി.
പിന്നെ ആ പഠിത്തത്തിന്റെ ഒരു ഫ്ലോ കഴിഞ്ഞ് പിന്നെ ഓരോ ന്യൂസിലും കേൾക്കുന്ന സൂയിസൈഡ് അറ്റംപ്റ്റിനെ പറ്റിയാണ്. ഫസ്റ്റ് ഒക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് സൂയിസൈഡ് കേൾക്കുന്നത്. പക്ഷെ അതൊക്കെ പിന്നെ ഓൾറെഡി എല്ലാ വർഷവും ഉണ്ടാവുന്നതാണ്. തമിഴ്നാടാണെങ്കിലും നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിലും സൂയിസൈഡിനെ പറ്റി നമ്മൾ റിലേറ്റഡ് കേൾക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ നാട്ടിൽ, അതായത് കേരളത്തിൽ ഒരു സൂയിസൈഡ് എന്നൊക്കെ കൂടെ കേട്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇമോഷണലി ഡൗൺ ആയി. പിന്നെ ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ ഹോസ്റ്റലിൽ നിന്നപ്പോഴും ആരും ഒട്ടും പ്രിപ്പയർഡ് അല്ല. ആർക്കും നീറ്റ് എഴുതണം എന്നുള്ളൊരു മൂഡില്ല. എങ്ങനെയും ഒന്ന് കഴിഞ്ഞാൽ മതി. ആർക്കും ബുക്ക് തന്നെ തുറക്കാനും പറ്റാത്ത ടൈപ്പ് മൂഡായിരുന്നു. അപ്പൊ ഫിദയ്ക്ക് എന്താ തോന്നിയത്? ഫിദ പറ. ഞാൻ റീനീറ്റ് വെച്ചപ്പോൾ ആദ്യം എനിക്ക് ഷോക്കായിരുന്നു, നല്ല രീതിക്ക് ഷോക്കായിരുന്നു. എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ റീനീറ്റിന് പ്രിപ്പയർ എനിക്ക് എങ്ങനെ തുടങ്ങണം എന്നറിയില്ല. വിചാരിക്കും ഇനീഷ്യലി ഇപ്പോൾ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് കഴിഞ്ഞ വർഷം ബോർഡറിലായിരുന്നു, അല്ല എനിക്ക് 2025 ഓക്കെ. പിന്നെ ഞാൻ ജസ്റ്റ് ഓക്കെ ബോർഡറിലാണ്, ഇപ്പം ഞാനിതൊക്കെ പഠിച്ചതാണ്, ഡെഫിനറ്റ്ലി കുറച്ചുകൂടി ഇതിപ്പോൾ എക്സാം അതെന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് എക്സാം ടഫാക്കി. ആരും പ്രഡിക്റ്റ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. 2024 ഭയങ്കര ഉറപ്പായിരുന്നു, 2025 നേരെ തിരിച്ച്. അപ്പോൾ ആരും പ്രഡിക്റ്റ് ചെയ്യില്ല, ഞാനും ഒന്നും പ്രഡിക്റ്റ് ചെയ്യാണ്ട് പോയിട്ട് എഴുതി. ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ നമ്മൾ പാനിക് ആവുന്ന ടൈപ്പായിരുന്നു. ഫിസിക്സ് ഒക്കെ വരികയാണെങ്കിൽ 2025 ആണെങ്കിൽ ഫസ്റ്റ് ഒരു പേജ് തന്നെ ഒന്നും കിട്ടാണ്ടാകുമ്പോഴേക്കും നമ്മൾ ഭയങ്കരമായിട്ട് പാനിക്കായി. സത്യം എൻ്റെ ഒരു ഫസ്റ്റ് ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂയിഡ്സിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് അത്യാവശ്യം നല്ല ലെവലായിരുന്നു. എനിക്കാണെങ്കിൽ ഒന്നും കിട്ടുന്നില്ല. ഫസ്റ്റത്തെ മാത്രമല്ല, പിന്നെ അങ്ങോട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് പേടി കുറച്ച് കൂടുതലാണ്. സോ ഞാൻ ഡെഫിനറ്റ്ലി പാനിക്കായി. ഇതൊക്കെ ഫിസിക്സ് ആയിരുന്നു ടഫായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫിസിക്സ് ആണ് സീൻ. എനിക്ക് ബയോ പറ്റും, കെമിസ്ട്രിയും ഒപ്പിക്കാം, പക്ഷെ ഫിസിക്സ്. നാഷിദ് എന്താ അപ്പൊ തോന്നിയത് ഫിസിക്സ്? ഇപ്പൊ 2025 ഫിസിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ 2025 ഫിസിക്സ് എല്ലാവർക്കും കമ്പാരിറ്റീവ്ലി ഭയങ്കര ടഫായിരുന്നു. എനിക്ക് ഫിസിക്സും ടഫായി, ബയോളജിയും ടഫായി. ഓ, അങ്ങനെ നല്ലൊരു അവസ്ഥയാണ്. അപ്പൊ നാഷിദിന്റെ വീക്ക് പോയിന്റ് ഫിസിക്സാ? അല്ല, ഫിസിക്സ് തന്നെയാണല്ലോ. എത്ര പഠിച്ചാലും നമുക്ക് കണ്ട ആകണില്ല. നമ്മളിപ്പോൾ ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്താലും 2 കൊല്ലം റിപ്പീറ്റ് ചെയ്താലും 3 കൊല്ലം റിപ്പീറ്റ് ചെയ്താലും നമുക്കത് എത്തിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ എന്താ ഫാമിലി ഒക്കെ പറയുമ്പോൾ വീട്ടുകാർ കാണുന്ന നമ്മുടെ റിസൾട്ടാണ്, നമ്മൾ ഹാർഡ് വർക്ക് പോലും കാണില്ല. അപ്പോൾ അവർക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് അറിയണില്ല. വീട്ടുകാർ നോക്കുമ്പോൾ നമ്മളെ വീക്ക്ലി എക്സാമിന്റെ റാങ്ക് ലിസ്റ്റ് നോക്കും, നമ്മൾ താഴത്ത്. അപ്പോൾ വിചാരിക്കും നമ്മൾ പഠിക്കുന്നില്ല, അവിടെ ഇതിന്റെ ഒരു ഈ ഒരു നീറ്റിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ +2 പഠിക്കണ പോലെ പഠിച്ചൊരാൾക്കൊരു റിസൾട്ട് എത്തിക്കാൻ കഴിയൂല. +2 ഇപ്പം ഏതൊരു കുട്ടിയെ സംബന്ധിച്ചാണെങ്കിലും +2 പഠിക്കാറുന്ന ആ കുട്ടിക്ക് ഇപ്പൊ എത്രമാത്രം പഠിക്കുന്നുണ്ട് അതിനനുസരിച്ച് മാർക്ക് കിട്ടും. ആ കുട്ടിക്ക് പഠിക്കുന്നതിനനുസരിച്ച് മാർക്ക് കിട്ടും. അതിപ്പോ ഏതൊരു കുട്ടിയാണെങ്കിലും, ഒരു നല്ല പോലെ പെർഫോം ചെയ്യാൻ പറ്റുന്ന കുട്ടിയാണെങ്കിലും ഒരു മീഡിയം കുട്ടിയാണെങ്കിലും അത് ഹാർഡ് വർക്ക് ചെയ്താൽ മാർക്ക് കിട്ടും. പക്ഷെ നീറ്റിനെ സംബന്ധിച്ച് പറഞ്ഞാൽ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും കിട്ടൂല. അത് ചില കുട്ടികൾക്കാണെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാതെ കിട്ടും. നമുക്ക് ഭയങ്കര ടെൻഷനാണ്. നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ചിലപ്പോൾ നമുക്ക് റിസൾട്ട് വരില്ല. പക്ഷെ ചില കുട്ടികൾ ഉറങ്ങിയാലും ഓൾക്ക് റിസൾട്ട് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നതിന്റെ പകുതി പോലും ചിലർ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ നമ്മളെക്കാൾ റാങ്ക് ഉണ്ടാവും. അത് കാണുമ്പോൾ നമ്മളെ മെന്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്നുണ്ട്. പിന്നെ നമ്മള് റിസൾട്ട് വരുമ്പോ മാർക്ക് നമ്മള് റാങ്ക് നോക്കുമ്പോ താഴത്ത് ഇങ്ങനെ നിൽക്കും. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് നമ്മളെ വിളിക്കും, ഇങ്ങനെ ചോദിക്കും എന്താ പഠിക്കണില്ലേ, നമ്മൾ പഠിക്കണ്ടാവും, പക്ഷെ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് നീറ്റ് ഒരു ലൂപ്പായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ നമ്മള് +2 നന്നായിട്ട് പഠിച്ചൊരു കുട്ടി, ഡെഫിനറ്റ്ലി നമ്മുടെ സൊസൈറ്റി നമ്മളെ സപ്പോർട്ട് ചെയ്യണത് ഒരു ടിപ്പിക്കൽ സൊസൈറ്റി. മേ ബി പറയും സയൻസ് എടുക്കാൻ, ഒരു സയൻസ് എടുത്ത് പഠിച്ച് നല്ല സ്കോർ ചെയ്തൊരു കുട്ടിക്ക് ഡെഫിനറ്റ്ലി ഒരു മെഡിക്കൽ ഫീൽഡിനോടായിരിക്കും പൊതുവെ താല്പര്യം വരും. അപ്പൊ നമ്മൾ അത്രയും ചില ആൾക്കാർ ആദ്യം മുതലേ ചെറുതിലെ മുതലേ ആഗ്രഹിച്ച് ഡ്രീം ചെയ്ത് വരുന്നവരുണ്ട്. അല്ലാണ്ട് നല്ല മാർക്ക് കിട്ടി സൊസൈറ്റി എല്ലാവരും പറഞ്ഞ് അങ്ങനെ ചോയ്സ് ചെയ്യണവരുണ്ട്. നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങും. ആദ്യമൊക്കെ നമ്മൾ ഓക്കെ +2 നമ്മൾ പഠിക്കണ എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കുഴപ്പമില്ല, നമ്മളെങ്ങനെ പഠിച്ചാലും നമുക്ക് നല്ല സ്കോർ ഉണ്ടാവും. നമ്മൾ എക്സാമിന്റെ തലേന്ന് ഒരു ലൈവോ ഇങ്ങനെ കണ്ടു കഴിഞ്ഞ് അതിന്റെ എക്സാം എഴുതി അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ആ ഒരു വൈബ് വെച്ചിട്ട് ഒരു കുട്ടി റിപ്പീറ്റിന് വരുമ്പോൾ സ്റ്റാർട്ടിങ് നല്ല ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് അവർ എക്സാം എഴുതും, കഷ്ടപ്പെട്ട് പഠിക്കും. ഒരു വീക്ക്ലി ഉണ്ടാവും, മന്ത്ലി ടെസ്റ്റ് ഉണ്ടാവും, ഗ്രാൻഡ് എക്സാം, വീക്ക്ലി എക്സാം, എല്ലാ ടെസ്റ്റും ഉണ്ടാവും. നമ്മൾ ഇതിന് വേണ്ടി ഇപ്പോൾ ഒരു വീക്കിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു വീക്ക് പഠിച്ച ചാപ്റ്റേഴ്സ് ഇരുന്ന് പഠിക്കും, എക്സാം എഴുതും. മേ ബി നമ്മൾ വിചാരിച്ച പോലെ ഒരു പെർഫോമൻസ് അതിൽ കാഴ്ചവെക്കാൻ പറ്റൂല. എന്നിട്ട് നമ്മൾ വീണ്ടും അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. പക്ഷെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ ഒരു ബുദ്ധിമുട്ടായിരിക്കും, നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലത്തെ സ്കോർ കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരിത്. പിന്നെ നമ്മൾ പഠിക്കും, ഇരുന്ന് പഠിക്കും. അടുത്ത എക്സാമിന് ചിലപ്പോൾ മാർക്ക് കുറവായിരിക്കും, അതിൻ്റെ അടുത്തതിന് മാർക്ക് കുറവായിരിക്കും. കുറച്ച് കാലങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മൾ മടുത്ത ആ ഒരു സമയത്തുമ്പോൾ ചിലപ്പം അടുത്ത എക്സാമിലേക്ക് നമുക്ക് നല്ലൊരു സ്കോർ കിട്ടാം. മേ ബി ആ ഒരു ഹൈ സ്കോർ വന്ന് പിന്നെയും ലോ ആവാൻ ചാൻസ് ഉണ്ട്. ഡിപ്പെൻസ്. ഓക്കെ, നമ്മൾ അതിനിടയ്ക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ തന്നെ വന്നാൽ മതി കംപ്ലീറ്റ് ആയിട്ട് പോകും. പിന്നെ പറയുകയാണെങ്കിൽ നീറ്റ് ശരിക്കും ഒരു ലൂപ്പാണ്. നമ്മൾ ആദ്യത്തെ കൊല്ലം നമ്മളിതിൽ ഇറങ്ങും,
മീൻസ് ഒരു സയൻസ് എടുത്ത കുട്ടീനെ സംബന്ധിച്ച് ആ കുട്ടീൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് തന്നെയാണ്. ഒട്ടുമിക്ക കുട്ടികൾ റിപ്പീറ്റേ ചെയ്യുള്ളൂ. അതിലൊരു 80% കുട്ടികൾ റിപ്പീറ്റ് ചെയ്യുള്ളൂ. 20% കുട്ടികളെ വേറെ ഏതെങ്കിലും കോഴ്സിന് പോകണുള്ളൂ. അപ്പം ഈ ഒരു കുട്ടീനെ സംബന്ധിച്ച് ആ ഒരു കൊല്ലം ആ ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി മാറ്റി വെച്ച് പോവാണ്. അപ്പൊ ഈ കുട്ടി ഇത് പഠിച്ചു കഴിഞ്ഞാലും റിസൾട്ട് കിട്ടുന്നില്ല. അതാണ് ഇതിന്റെ പ്രശ്നം. പിന്നീട് അതൊരു നമ്മളെന്തായാലും അപ്പൊ നമ്മൾ വിചാരിക്കും ഒരു കൊല്ലം കഴിഞ്ഞു, കുറച്ച് റിസൾട്ട് മാർക്ക് കുറവാണെങ്കിൽ ഒരു കൊല്ലം ഞാൻ എന്തായാലും വർക്ക് ചെയ്തു, അപ്പൊ ഇതിന്റെ അടുത്ത് അത്യാവശ്യം കണ്ടന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഒന്നുകൂടി ട്രൈ ചെയ്യാം. അപ്പൊ ആ കൊല്ലം തന്നെ ആയിരിക്കും അവസ്ഥ. പിന്നെ നമ്മൾ വിചാരിക്കും ഒന്നുകൂടി ട്രൈ ചെയ്യാം. അങ്ങനെ അത് നീണ്ടു പോവാണ്. പിന്നെ നമ്മളൊരു വാശിയാവും, കാരണം ഇത്രയും വർഷം പോയില്ലേ എന്നുള്ളൊരു ഇതാവും. പിന്നെ വേറൊരു കോഴ്സിന് പോകാനോ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയൊന്നും ഉണ്ടാവില്ല. അപ്പൊ നീറ്റ് അല്ലാണ്ട് ഇപ്പൊ മെഡിക്കൽ അല്ലാണ്ട് വേറൊരു സാധനത്തിന് നമുക്ക് തീരാനും തോന്നില്ല. ഇതുമ്പോ തന്നെ ഇരുന്ന് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ ഇടയിൽ നീറ്റിന്റെ പേപ്പർ ലീക്ക് ആവുക. അപ്പൊ നമ്മള് എങ്ങനെ ഇതൊക്കെ ചെയ്യും? ഇതൊക്കെ നമ്മളെങ്ങനെ അക്സെപ്റ്റ് ചെയ്യാന്ന്. പിന്നെ നോക്കുമ്പോൾ നമ്മളെ ഫ്രണ്ട്സൊക്കെ ഓരോരോ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളാരെന്ന് വെച്ചാൽ നമുക്ക് സോഷ്യൽ മീഡിയ ഇല്ല, ഫ്രണ്ട്സ് ഇല്ല, ഫാമിലി ഇല്ല. പിന്നെ നമ്മൾ ആ കേൾക്കുന്ന ന്യൂസ് നമ്മളിപ്പം ഫോക്കസ് ചെയ്യുന്ന നീറ്റ് ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ന്യൂസ് നീറ്റിനെ പറ്റിയാ. അപ്പം നമ്മൾ കേൾക്കുന്ന ന്യൂസ് എന്താ? നീറ്റിന്റെ പേപ്പർ ലീക്ക് ആവുന്നു, നീറ്റ് കാരണം കുട്ടി സൂയിസൈഡ് ചെയ്യുന്നു. അതും നമ്മളെ ഫോൺ തുറക്കാൻ തന്നെ പറ്റാത്തൊരവസ്ഥ. പേടിയാവുന്നൊരിത്. ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്പർ ഓഫ് അറ്റംപ്റ്റ്. ഈ ശരിക്കും ഈ നമ്പർ ഓഫ് അറ്റംപ്റ്റ് നമ്മൾ ഇതിലോട്ട് കൊണ്ടുവരണം. എന്നാലല്ലേ നമ്മൾ ഈ ഒരു 3-4 റിപ്പീറ്റ് എന്നുള്ളതൊക്കെ. ജെഇ ഒക്കെ പറയുകയാണെങ്കിൽ ജെയ്ക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. നമ്പർ ഓഫ് അറ്റംപ്റ്റ് 2 ലിമിറ്റ്. അപ്പൊ ഈ കുട്ടിക്ക് നേരത്തെ അറിയാം രണ്ട് തവണ നമുക്ക് ഇതൊരു അറ്റംപ്റ്റ് ഉള്ളൂ. അപ്പൊ കുട്ടി അതിന് മെന്റലി അഡാപ്റ്റഡ് ആണ്. അങ്ങനെ ആവുമ്പോൾ ലൂപ്പിൽ പെട്ടുപോകില്ല. ഒരു 2 വർഷം ഇപ്പൊ മാക്സിമം കുട്ടി 2 വർഷം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ കുട്ടി പിന്നെ വേറൊരു ഓപ്ഷനിൽ പോകും. ഇപ്പൊ ജെയ് കിട്ടിയില്ലെങ്കിൽ വേറെ കീമോ കുസാറ്റോ അങ്ങനെ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ എടുക്കും. പക്ഷെ നീറ്റിന്റെ കുട്ടീനെ സംബന്ധിച്ച് പറയുമ്പോൾ അറ്റംപ്റ്റ് കുറെ അറ്റംപ്റ്റ് അല്ലേ. അപ്പൊ കുട്ടി ഇക്കൊല്ലം അടുത്തൊല്ലം അങ്ങനെ പോവാണ്. ആ കുട്ടി പിന്നെ ഇത്രമാത്രം ഹൈപ്പ് കൊടുക്കാൻ മാത്രം ഈ നീറ്റ് ഒരു MBBS കോഴ്സ് എന്ന് എനിക്ക് തോന്നണില്ല. പക്ഷെ ഇപ്പം അറ്റംപ്റ്റ് ലിമിറ്റ് ചെയ്യുന്ന കാര്യം പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് അറ്റംപ്റ്റ് ലിമിറ്റ് ചെയ്യാൻ പറ്റൂല. കാരണം ഇപ്പം 1-2 വർഷം റിപ്പീറ്റ് ചെയ്തൊരു കുട്ടിക്കാണെങ്കിൽ ഓക്കെ, നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷെ 4 അതിൽ കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ട്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കൂടെ ഉണ്ടാവും 5-6 വട്ടം റിപ്പീറ്റ് ചെയ്തവരൊക്കെ. അപ്പോൾ അവരോട് പെട്ടെന്ന് ഇപ്പം ഇൻ കേസ് ഇപ്പോഴത്തെ നീറ്റിന് അവർക്ക് ജസ്റ്റ് ഒരു കട്ട് ഓഫിൻ്റെ അടുത്തുള്ള സ്കോറൊക്കെ ആണെങ്കിൽ അവർക്കൊരു ഹോപ്പ് കൂടെയാണ്. ഓക്കെ, ലാസ്റ്റ് ഒരു അറ്റംപ്റ്റ് കൂടെ, ഇത്രയും വർഷത്തെ കഷ്ടപ്പാട് അവിടെ കിട്ടും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ഹോപ്പാണ്, ഈ ഒരു ഹോപ്പ് ഇങ്ങനെ നീണ്ടു പോവാണ് കുട്ടികളത്. പക്ഷേ അപ്പൊ NTA കുട്ടികൾക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും കൊണ്ടുവരണം. പെട്ടെന്നൊരു ലിമിറ്റ് വരിക എന്ന് പറയുന്നത് ഒട്ടും പോസിബിൾ അല്ല. അത് നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും കൂടുതലും പോസിറ്റീവ് എഫക്റ്റിനേക്കാളും വരാൻ പോകുന്നത്. ഇപ്പൊ ഈ ഒരു കൊല്ലപ്പോ പിന്നെ ഒരു റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ എന്തെങ്കിലും കാരണം അവർക്ക് ഇപ്പോൾ വൃത്തിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല, ഒരു ഒട്ടും കൂടി അറ്റംപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്ന ഒരു കുട്ടീൻ്റെ അടുത്ത് പെട്ടെന്ന് വന്നിട്ട് ഓക്കെ ഒഴിവാക്കുകയാണ്, ഇങ്ങനെ ഇനി അറ്റംപ്റ്റ് ലിമിറ്റ് വെക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടീനെ നന്നായിട്ട് ബാധിക്കും. ഇപ്പൊ നമുക്കൊരു ഇപ്പൊ അവര് പറയണ ഇപ്പൊ ഒരു 2030 ഇങ്ങനെ റീനീറ്റിന് ലിമിറ്റ് വെക്കും എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം അത് പ്രെഡിക്റ്റ് ചെയ്ത് നമുക്ക് അതിന് മെന്റലി കുട്ടികൾ അഡാപ്റ്റ് ആവും. അതെ, ഇപ്പോഴേ പറയുകയാണ് ഒരു 5 വർഷത്തിന് ശേഷം ലിമിറ്റ് വരികയാണ്, അങ്ങനെ ഒരു ഓപ്ഷൻ വരികയാണെങ്കിൽ അത് നന്നായിരിക്കും. ഇപ്പൊ നമ്മള് എക്സാം ഒക്കെ കഴിഞ്ഞ് ഒന്ന് എല്ലാം അക്സെപ്റ്റ് ചെയ്തൊന്നിരിക്കണ, നമ്മളൊന്ന് റിലാക്സ് ആയി വീട്ടിലിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ റീൽസോ എന്തെങ്കിലും കാണുമ്പോൾ ഡെഫിനറ്റ്ലി സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണാണ് അബ്രോഡ് MBBS. ഓഫ്കോഴ്സ് കുറച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവരുടെ അടുത്തുനിന്ന് എങ്ങനെയൊക്കെ നമ്മൾ നമ്പർ കിട്ടി നമ്മളെ ഫോണിൽ വിളിക്കും തുടങ്ങും. ഇങ്ങനെ നല്ല ഫീ കുറവാണ്, നല്ല കോളേജാണ്, നല്ല എക്യുപ്മെന്റ്സ് ആണ്. ഡെഫിനറ്റ്ലി നമ്മൾ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ അവർ നമ്മളെ കോൾ ചെയ്യാൻ തോന്നും. കോൾ ചെയ്തിട്ട് പറയും ഇത്ര ഫീ ഇത്രയാണ്, നല്ല കോളേജാണ്, നല്ല ഫീ കുറവാണ്, നമുക്ക് പഠിക്കാം, നല്ല ഓപ്ഷനാണ്, FMG ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ തന്നെ വർക്ക് ചെയ്യാം. അങ്ങനെ ഉള്ള ഒരുപാട് കോളുകൾ അതിന്റെ കുറെ ഓപ്പർച്യൂണിറ്റീസ് പറയാൻ തുടങ്ങും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ആ സമയത്ത് ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവര് ഫീന്റെ കാര്യം പറയുമ്പം ഇപ്പൊ 10 ലക്ഷം അത്രയൊക്കെ പെർ ഇയർ വരുന്നുള്ളൂ എന്നാണ് ഫസ്റ്റ് അവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയുന്നത്. അപ്പൊ നമ്മൾ അത് കേട്ടിട്ടാണ് പോകുന്നത്. ഇപ്പൊ പുറത്ത് നമ്മളിപ്പം പ്രൈവറ്റ്ലി ഇപ്പൊ ഇന്ത്യയിലെ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് പഠിക്കുകയാണെങ്കിൽ ഇയർലി 7 to 8 lakhs വരുന്നുണ്ട്. അപ്പൊ അത് NRI കോട്ടയൊക്കെ ആണെങ്കിൽ തന്നെ ഇയർലി 20 lakhs ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോഴാണ് നമ്മൾ സെക്കൻഡ് ഓപ്ഷനായിട്ട് അബ്രോഡ് MBBS ചൂസ് ചെയ്യുന്നത്. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് എനിക്ക് തോന്നിയാൽ എൻ്റെ ഫ്രണ്ട് അവിടെ പഠിക്കുന്നുണ്ട്. അവർ പറയുമ്പോൾ അവർ ട്യൂഷൻ ഫീ മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ലൈക്ക് 5 lakh 10 അപ്പം അപ്പൊ ഒരു 6 വർഷം എന്ന് പറയുമ്പോൾ 25 to 30 lakhs ഒതുങ്ങും എന്നുള്ളൊരു മൈൻഡിലാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഇപ്പൊ പോകുന്നത് ഇപ്പം അങ്ങനത്തെ ഒരു കൺട്രീസ് നമ്മൾ നോക്കുമ്പം അവിടുത്തെ FMGന്റെ സക്സസ് റേറ്റും എല്ലാം കൂടെ നോക്കുമ്പം ജോർജിയ പോലത്തെ കൺട്രീസ് ഒക്കെയാണ്
എല്ലാവരും കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ലിവിങ് എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ്. ഇന്ത്യയിൽ നമ്മൾ ചിലവാക്കുന്നതിന് എത്ര ഇരട്ടി പൈസ അവിടെ ചിലവാക്കേണ്ടി വരും. അപ്പോൾ ഒരു കംപ്ലീറ്റ് എക്സ്പെൻസ് ഒക്കെ വരുമ്പം ഒരു 80 to 90 lakhs വരും. അതായത് ഇവിടെ പ്രൈവറ്റ് പഠിക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ അവിടെ വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ ലിവിങ് എക്സ്പെൻസും എല്ലാം കൂടെ വരും. ഇവിടുത്തെ ട്യൂഷൻ ഫീ എല്ലാം കൂടി ഒരു 60 lakhs ഒതുക്കാൻ പറ്റുമെങ്കിൽ അവിടെ അത് 1 crore വരെ പോകുന്ന കോളേജസ് വരുന്നുണ്ട്. ഇപ്പൊ ഒരു നോർമൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഇങ്ങനെ ഒരാൾ വിളിച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇവർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ലിവിങ് എക്സ്പെൻസ് കാര്യങ്ങളൊന്നും അറിയില്ല, ഇവർക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആരും ഇല്ല, അവിടെ പുറത്ത് പഠിക്കുന്നില്ല, അവരിങ്ങനെ ഓക്കെ 25 lakhs കുറവാണ്, നാട്ടിലേക്കാളും കുറവാണെന്ന് പറഞ്ഞ് അവർ പോകുമ്പോൾ ഒരു പെട്ടെന്ന് അവിടുത്തെ ലിവിങ് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്കത് മെന്റലി ആ കുടുംബത്തിന് മുഴുവൻ ഫിനാൻഷ്യലി അത് ഭയങ്കര ഫിനാൻഷ്യൽ ക്രൈസിസിലോട്ട് അവർ പോവുകയാണ്. അതെ, അവിടെ നിന്ന് പെട്ടെന്ന് ഒരു 2 വർഷം കഴിയുമ്പോഴത്തേക്കും ക്വിറ്റ് ചെയ്ത് വരാനും പറ്റില്ല. കാരണം ഓൾറെഡി ഇത്രയും എക്സ്പെൻസ് അവർ ചെയ്തു കഴിഞ്ഞു. ഈ അത് ഒരു ക്വിറ്റിങ്ങും വരാന്ന് പറഞ്ഞാൽ അതവർക്ക് അവരെ സംബന്ധിച്ച് അതൊരു മെന്റലി തളർത്തുന്ന ഒരു. അതുപോലെ ഇപ്പൊ എക്സാം കഴിഞ്ഞിട്ട് അവര് FMG ക്ലിയർ ചെയ്യണം. ഇപ്പൊ FMG ക്ലിയർ ചെയ്യാൻ നമ്മൾ നാട്ടിൽ വന്നാലും ഓൾറെഡി MBBS സ്റ്റുഡൻസും ഡോക്ടേഴ്സിന്റെ നമ്പേഴ്സ് കൂടുതലാണ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ MBBS കഴിഞ്ഞ് എല്ലാവരും ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നില്ല. അവിടെയും ഇപ്പൊ MBBS കൊണ്ട് മാത്രം എവിടെ എത്തുന്നില്ല. അത് കഴിഞ്ഞിട്ട് MDക്ക് പോകണം, പിന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി പോകണം. അപ്പൊ അവിടെ തന്നെ കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലാണ്. അപ്പൊ കൂടുതൽ കുട്ടികൾ ലോണൊക്കെ എടുത്തായിരിക്കും പോകുന്നത്. അപ്പൊ ആ ലോൺ ക്ലിയർ ചെയ്യേണ്ടതാണ് ഫസ്റ്റ് തന്നെ അവർ തിരിച്ചു വന്നാലേ. അപ്പൊ അതും നടക്കില്ല. ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റിയും കിട്ടുന്നില്ല. അവർ അടുത്തൊരു ഫിനാൻഷ്യലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും ഒരു ഭയങ്കര ഒരു പ്രശ്നത്തിലോട്ടാണ് അവർ ഇറങ്ങി ചെല്ലുന്നത്. ഇപ്പൊ നാഷിദിന് എന്താ ഇപ്പൊ അതിനെപ്പറ്റി പറയാനുള്ളത്? എനിക്ക് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ബ്രദർ ഇതേപോലെ പുറത്ത് പഠിക്കുന്നുണ്ട്. ഓരും ഇതേപോലെ തന്നെ പറഞ്ഞത് കുറച്ച് എമൗണ്ട് ആവുള്ളൂ. പക്ഷെ ഓന് പഠിച്ചു വന്നപ്പോൾ അത്യാവശ്യം എമൗണ്ട് ചിലവായിട്ടുണ്ടാവും. FMGന്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ വിന്നിങ് പെർസെൻറ്റേജ് വളരെ കുറവാണ്. അപ്പം ഒരു കുട്ടി നമ്മൾ വിചാരിക്കും ഓരോ നമ്മളോട് ഇങ്ങനെ പറയുക നിങ്ങൾ പോയിട്ട് ഇപ്പൊ കുട്ടികൾ വിചാരിക്കുക നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ എക്സാം ക്ലിയർ ചെയ്താൽ മതി. പോലും പറയും എക്സാം സിമ്പിൾ ആണ്, അങ്ങനെ ടഫ് ഒന്നുമില്ല. പക്ഷെ ഒരു കുട്ടീനെ സംബന്ധിച്ച് അത് എന്തായാലും ടഫ് എക്സാം ആണ്. അതാരും മനസ്സിലാക്കണില്ല. എന്നിട്ട് പുറത്ത് പോയി പഠിക്കുന്നു. പിന്നെ ഒരു വിചാരിക്കും പിന്നെ ഇന്ത്യയിൽ വരണ്ട, നമുക്ക് പുറത്ത് തന്നെ പക്ഷെ അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ കയറിയാൽ തന്നെ നല്ല ലിവിങ് എക്സ്പെൻസും പിന്നെ മാത്രം നല്ല വർക്ക് ലോഡ് ആയിരിക്കും. ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ ഒരു ഡോക്ടറിന് ഒരു ജോലിയില്ല. ഓല് കാണുന്ന ഒരു ഡോക്ടർ പുറത്തുനിന്ന് ഇരുന്ന് വർക്ക് ചെയ്യുന്നു ജസ്റ്റ്. പക്ഷെ ഡോക്ടറിനെ സംബന്ധിച്ച് നല്ല ഹാർഡ് വർക്കാണ്. നമ്മൾ ഇല്ലാതെയോ ശരിക്കും ഞാൻ പറഞ്ഞാൽ നമ്മൾ ഇല്ലാതെയോ അങ്ങനെയാണ് അവസ്ഥ. നീറ്റ് പഠിച്ച് നമ്മളത് ക്ലിയർ ചെയ്ത് വന്നാൽ തന്നെ ഒരു 5 കൊല്ലം അത് വളരെ ഗതിയായിട്ട് പഠിക്കണം. 5 കൊല്ലം പറഞ്ഞാൽ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ട് അതും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് പിന്നെ PG, നീറ്റ് PG. അത്രമാത്രം കുട്ടികൾ എഴുതുകയാണ്. അത്രമാത്രം കുട്ടികളെ എഴുതി എക്സാം എഴുതിയിട്ട് കിട്ടണ്ടേ? ഇല്ല. പിന്നെ അതിന് കിട്ടിക്കഴിഞ്ഞോ അത് കിട്ടിയാൽ തന്നെ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പോയി ചെല്ലുകയാണ്. പിന്നെ നമ്മളൊരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ ട്രൈ ചെയ്യണമെങ്കിൽ PSC ചെയ്യണം. അതും ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെല്ലുകയാണെങ്കിൽ ചോദിക്കണം എവിടെ നിങ്ങളെ എക്സ്പീരിയൻസ് ചോദിക്കും. ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ കുട്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ പഠിച്ചു പോകുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടായിട്ട് ആ കുട്ടി പോണേ. അത് പോട്ടെ, കുട്ടി പഠിക്കാനൊക്കെ തയ്യാറായിരിക്കും. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സൊസൈറ്റി എന്നിട്ട് ചെയ്യണതോ സൊസൈറ്റി നമ്മളെ സപ്പോർട്ട് ചെയ്യല്ലേ ചെയ്യുന്നത്. ഓരോ സമയത്തും നമ്മൾ പ്രഷറൈസ് ചെയ്യും. പിന്നെ ഈ എക്സാം ഒക്കെ നടത്തുന്ന ഓരോരോ കമ്പനികൾ, ഏജൻസി, ഈ NTA പോലത്തെ ഏജൻസി, ഇവരെന്ത് ചെയ്യണേ ഇവർ എക്സാം ഇവർക്ക് തന്നെ ഒരു അറിയില്ല. ഇവർ എക്സാം നടത്തുന്നത് എന്തിനാ ഇവർ എക്സാം നടത്തുന്നത്? അതെ, ഓൾറെഡി നമ്മൾ അത്രയും സ്ട്രെസ്ഡ് ആയി നിൽക്കുന്ന സമയത്താണ് ഓരോരോ പ്രശ്നങ്ങൾ കൂടെ വരുന്നത്. ഇതൊന്നിനും ഒരു അവസാനമല്ല, വെറും തുടക്കം മാത്രം. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.